കൈ നിറയെ കൊടുക്കുന്ന ആഭരണത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ നിൽക്കുന്ന ഒരു വാക്കിന്റെ പേരിലാ ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുക. ആരാന്ന് ചോദിച്ചില്ലേ? ആരുമല്ല, ഒരു വഴിപ്പോക്കിനെന്ന് കരുതിയാൽ മതി. വിശന്നു വലഞ്ഞു വന്ന് കയറി എനിക്ക് കണ്ടറിഞ്ഞു വയറു നിറച്ച് ഭക്ഷണം തരാൻ തയ്യാറായി കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. എന്നോട് എൻ്റെ അമ്മ പറയും, നീ ആ കടയിൽ പോയിട്ട് മീൻ മേടിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഈ സാധനം മേടിച്ചിട്ടോ എന്ന് പറയും. ഞാൻ എൻ്റെ അമ്മയോട് പറയും, അമ്മേ എനിക്ക് പഴയ പോലെ പറ്റില്ല, ഞാനൊരു സിനിമാ നടനാണെന്ന് പറയും. അപ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ല ഇതിൽ. പണ്ടേ മുതലൊരു വാശിക്കാരിയായിരുന്നു എൻ്റെ നീനമോള്. ചേട്ടനായിട്ടല്ല, അച്ഛനായിട്ട് എൻ്റെ കുട്ടികളെ ഞാൻ വളർത്തിയത്. ഒരാൾ പോയി, ഒരാൾ പോവാൻ തയ്യാറായി നിൽക്കുന്നു. അമ്മയുടെ അസുഖം കുട്ടികൾക്ക് കിട്ടിയപ്പോൾ വിധി അവിടെയും എന്നെ തോൽപ്പിക്കുകയായിരുന്നു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എൻ്റെ വീട്ടിലേക്ക് ഒരു ഉദ്യോഗസ്ഥ കയറി വന്നപ്പോൾ പുള്ളിയുടെ ID ചോദിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങൾ എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ വിട്ടുപിടി. നിങ്ങൾ എന്തിനാണ് ഈ വിനായകനെ മാത്രം ടാർഗറ്റ് ചെയ്യണത്? എന്നെ വിട്ടുപിടി, നിങ്ങള് എന്നെ വെറുതെ വിട്ടു. ഞാനും മിമിക്രി അവതരിപ്പിച്ച് കളിക്കുന്ന സമയത്തുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട്. അപ്പോൾ മലയാള സിനിമയിലുള്ള മിക്ക നടന്മാരും മിമിക്രി വഴി വന്നതായിട്ട് തന്നെ അതെന്റെ അഭിമാനത്തോട് പറയാൻ പറ്റും. അപ്പോൾ മലയാള സിനിമ എന്ന് മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടി കൂടി പുതിയൊരു ലക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കണ്ണാടി ആദ്യമായി പറയുന്നത് ഖത്തറിൽ നിന്നുമുള്ള ചില മിമിക്രി കലാകാരന്മാരെ കുറിച്ചാണ്. ഖത്തറിലുള്ള മിമിക്സ് ബഡീസ് എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ മിമിക്രി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആകെ ടെൻഷനാണ്. കാരണം മലയാള സിനിമയിൽ നല്ലൊരു കഥ വരുമ്പോൾ അത് അവതരിപ്പിക്കപ്പെടുന്ന കലാകാരന്മാർക്ക് വരെ ഇന്ന് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മലയാള സിനിമ ആളെ എനിക്ക് പിടിക്കും. മമ്മൂട്ടി സാർ, മോഹൻലാൽ സാർ, அப்புறம் ஜெயராம் அவர்கள் என்னோட தம்பி மாதிரி. நானும் ஒரு மலையாளி தான், என்னோட தகப்பன் வந்து மலையாளி தான். அப்போ அவர் ஜெயராம் தான் சொன்னார், மம்முட்டிக்காக்கு 75 வயசாயிருச்சு, என்னால் நம்ப முடியல. அப்படி இருந்தால் நல்லா இருங்க மம்முக்கா, விஷ் யூ ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഞാനും ലാലും ഒക്കെ കലാഭവനിൽ മിമിക്രി കളിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് നടന്മാര് മലയാള സിനിമയ്ക്ക് സംഭാവനയായി വന്നിട്ടുണ്ട്. ജയറാം, അങ്ങനെ ഒരുപാട് നടന്മാര്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഭിമാനമാണ്. മിസ്റ്റർ സ്വാമി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിയറ്റ്നാം കോളനിലേക്ക് പറഞ്ഞയച്ചത് അവിടുത്തെ പാവജനങ്ങൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല, കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വിത്തിൻ 5 days 5 ദിവസം സമയം തരും. അതിനുള്ളിൽ നിങ്ങൾ വിയറ്റ്നാം കോളനി ഒഴിപ്പിച്ചിരിക്കണം. ഇനി വീണ്ടും ഒരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. മൈൻഡ് ഇറ്റ്. ശേഖര, കഴുത്തിന് പകരം വലം കൈയെടുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പം തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠൻ്റെ കഴിവ് കേടായി കാണരുത് നീ. വലം കൈയിലേക്ക് ചോരയോട്ടം കൂടിയപ്പോഴും ആയുധം താനെ കയ്യിൽ വന്നപ്പോഴും മനസ്സിനെ, ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ ശീലിച്ചതിൻ്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്തേ? അനായാസേന മരണം, വിനാദയന്നീയ ജീവിതം, ദേഹിമക്രിയ ശംഭു എന്ന് പ്രാർത്ഥിച്ചു കൂടേണ്ട സമയമായി ശേഖര. ഈശ്വരൻ നിന്റെ വേലായുധേട്ടൻ്റെ ലോഞ്ചിൽ കോർഫുഖാനി വന്നിറങ്ങി. അവിടുന്ന് ഒരു അറബിയുടെ സഹായത്തോടെ ഷാർജയിലെത്തി. ഷാർജയിൽ നിന്ന് ദുബായിക്ക് നടക്കുകയായിരുന്നു. ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇവിടെ കാണുന്ന ഒരുവിധം ബിൽഡിങ്ങുകളിലേക്ക് എൻ്റെ വേർപ്പ് തുള്ളി വീണിട്ടുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അറിയാറില്ല. എന്താ ജോലി, എത്ര ശമ്പളമെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേടായിട്ടല്ല, വിഷമങ്ങൾ അറിയിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഇപ്പോൾ ഇവിടുന്ന് ഒരു 10,000 രൂപ അയച്ചു കൊടുക്കുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത്? 20,000 കിട്ടി, അതിൽ 10 വെച്ച് 10 അയച്ചതാണ്. സത്യത്തിൽ 7,000 കിട്ടിയിട്ട് 3,000 കടം വാങ്ങിയിട്ട് അയക്കും. എന്ത് ചൂടാ, നീ പകപോക്കണല്ലോടാ. നിനക്കുമുണ്ടല്ലോ ജന്മം നൽകിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വരും ഇതുപോലത്തെ ഒരു ദിവസം. അതുവരെ പൊട്ടാത്തൊരു ഭരണിയിൽ സൂക്ഷിക്കും ഞാൻ എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും മഴ സുഖം തന്നെയല്ലേ അവിടെയൊക്കെ? പ്രതീക്ഷ അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? എന്താണ്? എന്തായാലും കേരളത്തിൽ നല്ല മഴ ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് സൂചന വരുന്നത്. എന്തായാലും എല്ലായിടത്തും കഴിഞ്ഞ പ്രാവശ്യം പോലെ ഒരു വെള്ളപ്പൊക്കത്തിനൊന്നും സാധ്യതയില്ലാന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും നമുക്ക്
ആദ്യമായിട്ട് നമ്മൾ ഈ വാർത്തകൾ വായിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ശ്രീ? எப்படி இருக்கீங்க? நான் இங்கே வரும்போது என்னோட ஃப்ரெண்டு சொன்னார், நீங்கள் ஏதாச்சும் சொல்லுங்க, ஏதாச்சும் 2 வார்த்தை பேசிட்டு போங்க. நான் சொன்னேன், என்ன சொல்லுறதுக்கு பேசுறீங்க, நான் ஒன்றுமே ப்ரிப்பேர் பண்ணலையே, அப்புறம் என்ன பேசுறதுன்னு சொன்னீங்க. அப்போ எனக்கு தெரியும், நீங்கள் ஒன்றும் சொல்ல வேண்டாம், நீங்கள் ஒன்றும் ப்ரிப்பேர் பண்ண வேண்டாம், நீங்கள் என்ன சொன்னாலும் மக்கள் அதை புரிஞ்சுக்கும் அப்படி சொன்னீங்க. அதுதான் என்னோட நம்பிக்கை.